ചോദ്യം: ഖൈബറിൽ ഒരു സ്വഹാബിക്ക് വെട്ടേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുറിവിൽ 3 പ്രാവശ്യം ഊതിയപ്പോൾ അസുഖം മാറി. ഏത് സ്വഹാബിയുടേത്? ഉത്തരം: സലാമത്ത് ബിനുൽ അഖ്വ റളിയല്ലാഹു അൻഹു. ചോദ്യം: ഏത് ഗ്രന്ഥത്തിലാണ് വിവരിച്ചിട്ടുള്ളത്? ഉത്തരം: ബുഖാരി, കിതാബുൽ ഫിതൻ. ചോദ്യം: സഹോദരീപുത്രന് രോഗമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് പരാതി പറയുകയും അവിടുന്ന് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്ത വെള്ളം കുടിക്കുകയും ചെയ്തു. ഏത് പുത്രനായിരുന്നു? ഉത്തരം: സാഇബ് ഇബ്നു യസീദ്. ചോദ്യം: ഒരബദ്ധത്തിൽ കാൽ മുറിഞ്ഞ വിവരവുമായി നബി സന്നിധിയിൽ എത്തിയ ഒരു സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽ തടവിക്കൊടുക്കുകയും രോഗം ഭേദമാവുകയും ചെയ്തു. സ്വഹാബിയുടെ പേര്? ഉത്തരം: അബ്ദുല്ലാഹിബ്നു അതീഖ് റളിയല്ലാഹു അൻഹു. ചോദ്യം: കുതിരപ്പുറത്ത് നിന്ന് ഇടയ്ക്കിടെ വീണുകൊണ്ടിരുന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം ബോധിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് ആ സ്വഹാബിയുടെ നെഞ്ചിൽ അടിച്ചു. ചോദ്യം: അതിനുശേഷം എന്ത് സംഭവിച്ചു? ഉത്തരം: പിന്നീട് ഒരിക്കലും കുതിരപ്പുറത്ത് നിന്ന് വീണിട്ടില്ല. ചോദ്യം: ഏത് സ്വഹാബിയായിരുന്നു അത്? ഉത്തരം: ജരീർ റളിയല്ലാഹു അൻഹു. ചോദ്യം: ഈ സംഭവം എവിടെയാണ് ഉദ്ധരിച്ചത്? ഉത്തരം: ബുഖാരി. ചോദ്യം: ഹുദൈബിയ ദിനത്തിൽ എത്ര പേർ സമ്മേളിച്ചിരുന്നു? ഉത്തരം: 1500 പേർ. ചോദ്യം: അവർക്ക് ജലം കിട്ടാൻ പ്രയാസപ്പെട്ടപ്പോൾ എന്തു ചെയ്തു? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം ചെന്ന് വിവരം പറഞ്ഞു. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരമായി ചെയ്തത് എന്ത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ അവിടുത്തെ കൈവച്ചു. തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ചോദ്യം: ഈ സംഭവം എവിടെയാണ് ഉദ്ധരിച്ചത്? ഉത്തരം: ബുഖാരി. ചോദ്യം: ജാബിർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്ത വെള്ളം ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ ഒഴിച്ചു. അസുഖം മാറി. ചോദ്യം: ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പ്രവാചകനോട് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ തങ്ങൾക്ക് യുദ്ധത്തിന് നേതൃത്വം നൽകാൻ ഒരു നേതാവിനെ ആവശ്യപ്പെട്ടപ്പോൾ ആ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. തൽഫലമായി ആരെയാണ് നേതാവായി തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടത്? ഉത്തരം: താലൂത്തിനെ. ചോദ്യം: ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിയമമാണെന്നതിന് തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? ഉത്തരം: മുൻഗാമികളുടെ തബറുകാത്തുകൾ അടങ്ങുന്നതും ഭക്തി ബഹുമാനത്തോടെ അവർ കാത്തുസൂക്ഷിച്ചതും പിന്നീട് നഷ്ടപ്പെട്ടതുമായ ഒരു പെട്ടി താലൂത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന വഹയി പ്രവാചകൻ പ്രഖ്യാപിച്ചു. ചോദ്യം: ഈ സംഭവം വിവരിക്കുന്ന സൂറത്തും ആയത്തും ഏത്? ഉത്തരം: സൂറത്ത് അൽ ബഖറ 248. ചോദ്യം: ആ പെട്ടി അവർ എന്തു ചെയ്തു? ഉത്തരം: ആ പെട്ടി കൊണ്ട് തങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ അവർ സഹായം തേടി. ചോദ്യം: ആ പെട്ടിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം: ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ആസാറുകൾ.